yes, 3 friends. ഞാൻ ഫൈസൽ ഫസലു കഴിഞ്ഞ മാസം നാട്ടിലായിരിക്കുമ്പോൾ ഒരു അടിപൊളി കൊച്ചി ട്രിപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു സാധാരണ നമ്മൾ കൊച്ചിയിൽ പോകുന്ന പോലത്തെ ട്രിപ്പ് അല്ലായിരുന്നു. കുറച്ച് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പ്രാവശ്യം നമ്മൾ കുറച്ച് കഫേസ് വിസിറ്റ് ചെയ്യാനാണ് കൊച്ചിയിൽ പോയത്. ആദ്യം നമ്മൾ പോയത് ചായ് കോഫി എന്ന് പറഞ്ഞൊരു കഫേയിലായിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ഫൺ. അവിടെ നമ്മൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ജാർ ഉണ്ട്. അതിൻ്റെ ഫോം ഓഫ് ബൾബ്, ഒരു ബൾബ് ഷേപ്പിൽ ഒരു ജാർ. ആളുകൾക്ക് ജ്യൂസ്, മൊജിറ്റോസ് എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ യങ് വിമൻ എൻ്റർപ്രണർ അവാർഡ് നേടിയ കൊച്ചിയിലെ മിനു പോളിൻ നടത്തുന്ന പപ്പടവട എന്ന ഒരു ഇന്നോവേറ്റീവ് അറ്റംപ്റ്റാണ് ഈ പപ്പടവട. ആ ഷോപ്പിൻ്റെ പുതിയൊരു ബ്രാഞ്ച് കലൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസലുവിൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ മിനു പോളിൻ. സോ ഫസലു ഞങ്ങൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് വാസ് വെരി നൈസ് മീറ്റിംഗ്. അവരെ കാണേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ് ആക്ച്വലി. ഒരു സക്സസ് സ്റ്റോറിയാണ്. ഒരു ആദ്യം ജി റോഡിലെ ഒരു ചെറിയൊരു കടയിലാണ് അത് തുടങ്ങിയത്. അതിലൊരു ഇന്നോവേറ്റീവ് കൺസെപ്റ്റ് വെച്ചിട്ട് നാടൻ ഫുഡ് വളരെ വൃത്തിയുള്ളൊരു ആംബിയൻസിൽ സെർവ് ചെയ്യുക എന്നുള്ള ഒരു ചെറിയൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അവർ നീങ്ങിയത്. ദാറ്റ് വാസ് ആക്ച്വലി ക്വൈറ്റ് ന്യൂ അറ്റംപ്റ്റ്. നല്ലൊരു ഇന്നോവേറ്റീവ് കൺസെപ്റ്റ് ആയിരുന്നു. സോ അവരതിൽ സക്സസ്ഫുള്ളായി. അതിനുശേഷം we went to Cafe Papaya. ഡയറക്ടർ ആഷിക് കപൂറിൻ്റെ കഫേയാണ് കഫേ പപ്പായ. അതിൽ തന്നെയാണ് ആഷിക് കപൂറിൻ്റെ OPM സ്റ്റുഡിയോസ് ഉള്ളത്. നമ്മൾ മെയിനായിട്ട് കണ്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രോഗ്രാം ചെയ്യാനുള്ള റാമ്പ് ഉണ്ട്, ഒരു സ്റ്റേജ് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മളൊരു ഡിഫറൻസ് കണ്ടതെന്ന് വെച്ചാൽ അതിലൊരു ലൈബ്രറി ഉണ്ട്, ഒരു ബുക്ക് ഷെൽഫ് ഉണ്ട്. ഇറ്റ് ഈസ് നൈസ്. Next stop, Panampalli Nagar, Cochin. Cocoa Tree Cafe. Indeed, the best cafe, one of the best cafe in Cochin. Let's see. Cocoa Tree വെച്ചിട്ടാണ് നമ്മൾ പാർവതി മേനോനെ കണ്ടത്. Actually, she is not Menon. Sorry, Parvati. Very energetic and highly intensive personality. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നടി. She was very friendly. കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, പരിചയപ്പെട്ടു വിശദമായിട്ട് തന്നെ. സെക്കൻഡ് ഡേ ആയിരുന്നു നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. It started off with the drive to Fort Cochin. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ക്യാൻവാസ്. ഒരു ക്യാൻവാസിൽ നമ്മൾ പെയിൻറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ശരിക്കും ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിൻ ആക്ച്വലി നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. അത് പോയി കാണേണ്ട സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഐ നെവർ ന്യൂ ഫോർട്ട് കൊച്ചിൻ വാസ് ദിസ് മച്ച് ബ്യൂട്ടിഫുൾ ബിഫോർ. നമ്മൾ അവിടെ പോയി, ഫസലു ഡ്രൈവ് ചെയ്തു, നമ്മളെ കൊണ്ടുപോയി കുറേ സ്ഥലങ്ങൾ പോയി. നമ്മൾ കുറേ ലൊക്കേഷൻസ്, നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന കുറേ ലൊക്കേഷൻസ് ഫോർട്ട് കൊച്ചിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിഗ് ബിയിൽ മമ്മൂട്ടിയുടെ ഒരു ലൊക്കേഷനിൽ ഒരു വീടുണ്ട്, അത് ഫോർട്ട് കൊച്ചിയാണ്. അത് കണ്ടു. ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് വാട്ട് വി സീ ഇൻ ദ ഫിലിംസ്.
ഹോം സ്റ്റേസ് ആണ് ഇപ്പോൾ ഏരിയ മൊത്തം. മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ യൂറോപ്യൻസ് ഓർ ദ ഔട്ട്സൈഡ് വിസിറ്റേഴ്സ്. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എന്തിനാണ് ലോഡ്ജ് എടുത്ത് താമസിച്ചെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഇറ്റ്സ് സച്ച് എ ഫാന്റാസ്റ്റിക് പ്ലേസ് ടു ബി. നമ്മൾ കൊച്ചിയിൽ പോകുമ്പോൾ ഇഫ് യു ആർ പ്ലാനിങ് ടു സ്റ്റേ, ഫോർട്ട് കൊച്ചി is the place. Breakfast from Kashi Arts Cafe, Fort Kochi. As the name suggests, it's like a blend of an art cafe, an art gallery plus a cafe. The place is just fabulous. It's expensive but worth a visit. Tonico Cafe. In fact, one of the best in Kochi. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബിസിനസ് നടക്കുന്ന, ഏറ്റവും സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു കഫേ. ഇറ്റ്സ് നിയർ ടു SEZ, ദ സ്പെഷ്യൽ എക്കണോമിക് സോൺ, കാക്കനാട്. അവിടെ ആദ്യത്തെ ദിവസം നമ്മൾ പോയപ്പോൾ വി കുഡിൻറ്റ് ഗെറ്റ് ഇൻ. അവിടെ ഷൂട്ട് നടക്കായിരുന്നു, മമ്മൂട്ടി ഫിലിം. അതിനുശേഷം സെക്കൻഡ് ഡേ നമ്മൾ പോയി. എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സെറ്റപ്പും ലക്ഷറി ഒന്നുമില്ല. ബട്ട് എന്തോ അവിടെ കയറി ഇരുന്നപ്പോൾ നമുക്ക് കുറച്ചധികം നേരം ഇരിക്കാൻ തോന്നി. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇതിനെല്ലാം ഇടയിലും നമ്മൾ ഒരു വെരി സ്പെഷ്യൽ പ്ലേസ് നമ്മൾ കവർ ചെയ്തു. നവ്ര സീ ഫുഡ് റെസ്റ്റോറൻറ്റ്, കച്ചേരിപ്പടി. ആക്ച്വലി വൺ ഓഫ് ഇറ്റ്സ് ഓണർ ഇസ് മൈ റിലേറ്റീവ് ജസീം. നമ്മളവിടെ പോയി സീ ഫുഡിൻ്റെ ചാഗ്രയാണ് അവിടുത്തെ മെനു. ആക്ച്വലി ഞങ്ങൾ നല്ലോണം തട്ടി. അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാറ്റർ തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ജസീമിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി ഷ്രിംപ് ഡിഷ് ഉണ്ടായിരുന്നു. അടിപൊളി. Thank you guys and thanks for the company. Obviously Cochin is the most vibrant city in Kerala. ഭയങ്കര ലൈവാണ്. So you will enjoy every moment you are in the city. Thank you Faslu for giving us company for 2 days. 2 ദിവസം സ്പെയർ ചെയ്തു. ഓഫീസിലും പോയിട്ടില്ല. But that was good. And Faisal പറയേണ്ട കാര്യമില്ലല്ലോ, എപ്പോഴും ഉണ്ടാവും കൂടെ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം നമുക്ക് വേറൊരു അടിപൊളി സ്ഥലമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ റിയാസ് സൈനിങ് ഓഫ്.